ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നിർമ്മാണ സഹായി ജോഷിയെ എക്സൈസ് ചോദ്യം ചെയ്യുകയാണ്. ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. മുഖ്യപ്രതി തസ്ലീമയെ അറിയാമെന്നും എന്നാൽ ലഹരി ഇടപാടില്ലെന്നും ജോഷി പ്രതികരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ജോഷിയെ വീണ്ടും ചോദ്യം ചെയ്യും. ഡയറക്റ്റ് ബാങ്ക് ഇടപാടുകളുണ്ടോ? ഇല്ല, ഞാൻ നമ്മൾ ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരു 10, 200, 300 ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കൂല. ഞാൻ അത്യാവശ്യം കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. തസ്ലീമയുമായിട്ടാണോ സൗമ്യയുമായിട്ടാണോ? സൗമ്യമായിട്ട് ബന്ധമില്ല കേട്ടോ. സൗമ്യ എനിക്കറിയില്ല. ജസ്റ്റ് ടീന എനിക്ക് അറിയുള്ളൂ. തസ്ലീമ എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചപ്പോഴറിയണം ഇങ്ങനെ ക്രിസ്റ്റീന. ആര് ചോദിച്ചാലും നമ്മളെ സംബന്ധിച്ച് ഒരു ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചാൽ വിശക്കണം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കൊടുക്കും. അത്ര സൗഹൃദമുണ്ടോ അത്ര എങ്ങനെയാണ് നമ്മൾ ഒരു പരിചയമില്ല? അങ്ങനെയല്ല, 6 വർഷമായിട്ട് ആള് പരിചയമുണ്ട് നമ്മളോട്. എങ്ങനെയാണ് പരിചയം? അല്ല, അതൊരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു കോർഡിനേറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കോർഡിനേറ്റർ ആണെന്നാണോ? അതെ, നമ്മൾ കോർഡിനേറ്റർ. എന്തിന്റെ കോർഡിനേഷൻ ആണ് തസ്ലീമ? അത് എനിക്കൊരു ഫിലിം കോർഡിനേറ്റർ എന്നാ പറയണത്. അപ്പൊ അല്ല, താങ്കൾ സിനിമാ രംഗത്തുള്ള ആളാണ്. അങ്ങനെ സജീവമുള്ളതല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്ത് സിനിമയുമായി ബന്ധപ്പെട്ട കോർഡിനേഷനിലാണ് അവർ ഇടപെട്ടത്? അതിപ്പോ ഒരുപാട് പടങ്ങളുണ്ട്. അത് ശരിയാ, ഒരു 2-3 പടങ്ങൾ ഞാൻ കണക്ട് ചെയ്തു. പക്ഷെ അത് കോർഡിനേറ്റർ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? താങ്കളുമായി പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ജോലിയിലാണ് നിങ്ങൾ? ഒരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇതിൽ വന്ന് പരിചയപ്പെട്ടോ, ഇത് മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട. അല്ലാതെ മുൻ ബിഗ് ബോസ് താരം ജിൻഡോ ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്നലെ വിളിച്ചു വരുത്തിയ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി തസ്ലീമയ്ക്ക് ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ കഞ്ചാവ് കേസിൽ നിലവിൽ ബന്ധമില്ലെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ സിനിമാ മേഖലയിലുള്ളവരെ ഒന്നൊന്നായി ഈ സെലിബ്രിറ്റികളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇനി ബിഗ് ബോസ് താരം ജിൻഡോയിലേക്കാണ് ചോദ്യം ചെയ്യൽ നീങ്ങുന്നത്. ഈ ജിൻഡോയ്ക്ക് ഈ കേസിൽ എങ്ങനെ ബന്ധമുണ്ടെന്നാണ് എക്സൈസിന്റെ ഒരു കണ്ടെത്തൽ, വിലയിരുത്തൽ? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത സൗമ്യ, മോഡൽ സൗമ്യ, ഈ സൗമ്യ സിനിമാ മേഖലയിൽ ലഹരി എത്തിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരത് നിരസിക്കുന്നു. മറ്റ് പെൺവാണിഭ ഇടപാടുകൾക്ക് വേണ്ടിയാണ് പണം സ്വീകരിച്ചത്, ഈ നടന്മാരുമായി ബന്ധപ്പെട്ടതെന്നൊക്കെ സൗമ്യയും പറഞ്ഞിരുന്നല്ലോ. നിലവിൽ ഈ 3 പേരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ചോദ്യം ചെയ്ത, അതോടൊപ്പം ഇന്നും 4 പേരെ ചോദ്യം ചെയ്തു. ഇതിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് എക്സൈസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ലഭിച്ചിരിക്കുന്നത്? ശരണ്യ. ടോമ, ആലപ്പുഴയിലെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ഒപ്പം തന്നെ ചലച്ചിത്ര രംഗവുമായി ബന്ധമുള്ള സൗമ്യ എന്ന സ്ത്രീ, ഇവരെയും ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ചലച്ചിത്ര നിർമ്മാണ മേഖലയിലുള്ള ജോഷി എന്ന ആളെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എക്സൈസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നതിനായി ബിഗ് ബോസിന്റെ വിന്നറായിരുന്ന ജിൻഡോ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെല്ലാവരുമായി ബാങ്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതായത് തസ്ലീമയ്ക്കും സൗമ്യയ്ക്കും പണം കൈമാറിയവരാണ് ഇവർ എന്നുള്ളതാണ്. എന്തായിരുന്നു ഇവരൊക്കെ തമ്മിലുള്ള പണമിടപാടുകൾ എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ സൗമ്യയുടെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എക്സൈസ് എടുത്തിട്ടുണ്ട്, തസ്ലീമയുടെയും എടുത്തിട്ടുണ്ട്. ഈ സൗമ്യയുടെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഏകദേശം 120 പേജോളമുണ്ട്. ഈ ട്രാൻസാക്ഷനുകളിൽ പല സമയത്തും ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടെ ഈ ജിൻഡോ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മൾ നേരത്തെ കണ്ട നിർമ്മാണ മേഖലയിലുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെയും ഇവർക്ക് പൈസ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തുക എന്തിനു നൽകി എന്നുള്ള ചോദ്യം, അതായത് പണമിടപാടുകളെ സംബന്ധിച്ച് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതിൽ തന്നെ ഇന്നലെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ സൗമ്യയും ഒരുമിച്ച് ഹാജരായപ്പോൾ ഇവർ തീരുമാനിച്ച, അല്ലെങ്കിൽ ഇവർ നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത്, ഈ പണമിടപാടുകൾ നടന്നിട്ടുള്ളത് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് അത് പെൺവാണിഭ ഇടപെടൽ, അതായത് ഇവർ ദ റിയൽ മീറ്റ് എന്നാണ് ഇവര് പെൺവാണിഭത്തിന് നൽകിയിരിക്കുന്ന കോഡ് നെയിം. ഈ റിയൽ മീറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അതിനുവേണ്ടിയുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുമായി ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ ശ്രീനാഥ് ഭാസിയുമായി ഈ കഞ്ചാവ് ചോദിക്കുന്ന ചാറ്റ്, മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമോ? കാരണം നമുക്കറിയാം, ലഹരിക്ക് വേണ്ടിയാണ് പണം നൽകിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി കേസിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസിൽ അഴിക്കുള്ളിലാകും ഒരു പക്ഷേ താരങ്ങൾ. പക്ഷേ ഇതുപോലെ ഈ പെൺവാണിഭ ഇടപാടുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ കേസിൽ കുടുങ്ങില്ല. അങ്ങനെ
ആലപ്പുഴയിലെ ഈ കഞ്ചാവ് കേസിലടക്കം ഇത്തരം ലഹരി കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈ പ്രതികൾ ആസൂത്രിതമായി നൽകിയ മൊഴിയായി ഇതിനെ കാണേണ്ടതല്ലേ ശരണ്യ? തീർച്ചയായിട്ടും ടോം, ഇതിനകത്ത് ഇപ്പോ പെൺവാണിഭ ഇടപാടുകളാണെങ്കിൽ നിയമാനുസൃതമായി അതിന് മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. നിയമപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ നിയമം വഴി അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ അതിനകത്ത് ഇല്ല. പ്രായപൂർത്തിയായ ആളുകളാണ് എങ്കിൽ പിന്നെ ആ നിയമപരമായ സാധ്യതകൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പെൺവാണിഭ ഇടപാടിന് വേണ്ടിയാണ് തങ്ങൾക്ക് പണം നൽകിയത് എന്നുള്ളതാണ് സൗമ്യ നൽകിയിരിക്കുന്ന മൊഴി. അതേ മൊഴി തന്നെയാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും നൽകിയിട്ടുള്ളത്. അതായത് ഈ സൗമ്യ എന്ന സ്ത്രീയുമായി ഇവർക്ക് എല്ലാവർക്കും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ സൗമ്യയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും തുക നൽകിയിട്ടുണ്ട്. മാത്രമല്ല ചില തുകകൾ, അതായത് 25,000 മുതൽ 35,000 രൂപ വരെ ട്രാൻസാക്ഷൻസ് ചില ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. ചില ദിവസങ്ങൾ അത് 8,000, 2,000, 3,000 പല ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെ ഈ തുക, അതായത് പെൺവാണിഭത്തിനായി ഈ വലിയ തുകകൾ ഉപയോഗിച്ചു എന്ന് കരുതുമ്പോഴും ചെറിയ തുകകൾ ലഹരിക്കായി ആണ് എന്നുള്ള ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവർ പറഞ്ഞത് അല്ല. പെൺവാണിഭത്തിന് വേണ്ടിയുള്ള ഇടപാടുകളിൽ തങ്ങൾക്ക് കമ്മീഷനായി ലഭിച്ചിട്ടുള്ള തുകകളാണ് ചെറിയ എമൗണ്ടുകൾ എന്നുള്ളതാണ്. ഡയറക്റ്റ് അതിൽ ഇൻവോൾവ് ആയപ്പോഴാണ് ഈ വലിയ തുകകൾ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നും ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ആ രീതിയിലാണ് ഇപ്പോൾ ഇവർ ഈ മൊഴികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ 3 മൊഴികളുമായി കണക്റ്റഡ് ആയിട്ട് തന്നെ ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഒപ്പം ഈ സൗമ്യയും, ഇവർ 3 പേരും അഭിഭാഷകരുമായാണ് എത്തിയത്. സൗമ്യ അഭിഭാഷകയായിട്ടാണ് എത്തിയത്. പക്ഷേ ഇവർ ബാക്കിയുള്ള 2 പേരും എത്തി. ഇവർ എല്ലാവരും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യം, സൗമ്യയും തസ്ലീമയുമായി ഇവർക്ക് ബന്ധമുണ്ട്. ആ ഇടപാടുകളെല്ലാം തന്നെ പെൺവാണിഭ ഇടപാടുകളാണ് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എക്സൈസിന് എവിഡൻസ് കിട്ടിയത് ശ്രീനാഥ് ഭാസിയുടെ ഒരു ഹൈബ്രിഡ് കേസും കഞ്ചാവ് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചാറ്റുമായാണ്. പക്ഷേ അതിനകത്ത് തന്നെ ആലപ്പുഴയിൽ എത്തിയ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ഇവരെ കണക്ട് ചെയ്യാനായി, സിനിമാ താരങ്ങളെ കണക്ട് ചെയ്യാൻ എക്സൈസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇടപാടുകളെല്ലാം പെൺവാണിഭ ഇടപാടുകളാണ് എന്നുള്ള മൊഴിയിൽ സൗമ്യ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. സൗമ്യ ഇന്നലെ അവസാന ഘട്ടം വരെ പ്രതി ചേർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നെങ്കിലും സൗമ്യയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും, അതായത് ഈ കേസിന്റെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയുള്ള കൂടുതൽ വിവരങ്ങളും കുറെ കൂടി സ്ട്രോങ് ആയ എവിഡൻസും തേടേണ്ടതുണ്ട് എക്സൈസിന് എന്നുള്ളതാണ്. അതുകൊണ്ട് സൗമ്യയോട് വീണ്ടും ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ടി വരും എന്നുള്ള നിബന്ധന പുറത്തു തന്നെയാണ് സൗമ്യയെ ഇന്നലെ വിട്ടയക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഏത് നിമിഷം വേണമെങ്കിലും പ്രതി ചേർക്കപ്പെടാവുന്ന ആളാണ് സൗമ്യ എന്നുള്ളതാണ്. സൗമ്യ മറ്റു ചില നടന്മാരെ കുറിച്ചുമൊക്കെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചു നേരത്തെ കണ്ട ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായ ജോഷി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് തസ്ലീമയ്ക്കും സൗമ്യ അറിയില്ലെന്നാണ് ജോഷി പറയുന്നത്. തസ്ലീമയെ, ഇവർ ക്രിസ്റ്റീന എന്നാണല്ലോ സിനിമാ രംഗത്ത് അറിയപ്പെടുന്നത്, ടീനെ തനിക്ക് അറിയാം, അത് 5-6 വർഷമായി അറിയാവുന്ന ആളാണ്. പക്ഷേ പണമിടപാടുകളുണ്ട്. ആ പണമിടപാടുകൾ തന്നോട് ഭക്ഷണം കഴിക്കാൻ ഉൾപ്പെടെ പൈസ ചോദിക്കുന്ന സമയത്ത് താൻ ഇട്ടുകൊടുക്കുന്ന പൈസയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാവരും, ഈ വന്നവരെല്ലാവരും തന്നെ തസ്ലീമയുടെ, ഇപ്പൊ ജിൻഡോയും ചില ഇടങ്ങളിൽ പ്രതികരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ താൻ ഇട്ടുകൊടുക്കാറുണ്ട്. ഇവരെല്ലാവരും എങ്ങനെയാണ് ക്രിസ്റ്റീനയുമായി ബന്ധപ്പെടുകയും അവർക്ക് മാത്രം ഈ പണം ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ചോദ്യം സാമാന്യ യുക്തിയിൽ ഉയർന്നു വരുന്നതാണ്. അത്തരത്തിലുള്ള മൊഴികളാണ് ഇവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് അന്വേഷണ സംഘം കുറെ കൂടി കീറി മുറിച്ച് പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ജോഷിയും പറഞ്ഞതുപോലെ താൻ പണം നൽകാറുണ്ടായിരുന്നു, പണം ഇടപാടുണ്ടെന്ന് എല്ലാവരും സ്ഥിരീകരിക്കുന്നു. ചിലർ പറയുന്നു അത് ഭക്ഷണത്തിന് വേണ്ടിയും മറ്റുമാണ് പലതവണ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതേസമയം മറ്റവർ ചലച്ചിത്ര താരങ്ങൾ പെൺവാണിഭ ബന്ധങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുമിച്ച് കോഴിക്കോട് ജില്ലയുടെ അതിർത്തി മേഖലകൾ ഒരുമിച്ച് താമസിച്ച ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇവരെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ശ്രീനാഥ് ഭാസി ചോദ്യം ചെയ്തപ്പോൾ ഈ ഹൈബ്രിഡ് അല്ല കഞ്ചാവുമായി, ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ സൗമ്യയുമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശ്രീനാഥ് ഭാസി എക്സൈസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയും ഈ കേസിലേക്ക് ഇവരെ കണക്ട് ചെയ്യത്തക്ക രീതിയിലേക്ക് വന്നിട്ടില്ല. ഈ സൗമ്യയുടെയും തസ്ലീമയുടെയും ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻസ് ഈ പറഞ്ഞ രീതിയിൽ അത് ലഹരി വിൽപ്പനയായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഈ ട്രാൻസാക്ഷൻസ് എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അത് ഒരുപക്ഷെ അതിലേക്കുള്ള ശ്രമം തന്നെയാണ്. കാരണം വളരെ കോൺഫിഡൻസോടുകൂടി തന്നെയാണ് എക്സൈസ് മുന്നോട്ട് പോകുന്നത്. മറ്റു ചില ചലച്ചിത്ര താരങ്ങളുടെയും ഒക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു ഇടപാടിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഇവരുടെ പേരുകൾ പറയാനാവില്ല. പക്ഷെ സിനിമാ മേഖലയിൽ വ്യാപകമായി പെൺവാണിഭ ഇടപാടുകളും ലഹരി ഇടപാടുകളും നടത്തുന്ന 2 പേരാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യവും.
പക്ഷേ നിയമാനുസൃതമായ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇന്നലെ ഇവിടെ എത്തിയ 3 പേരും മൊഴി നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോ ജിൻഡോയാണ് ചോദ്യം ചെയ്യുക. ജിൻഡോയും പണമിടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ പണമിടപാടുകൾ സംബന്ധിച്ച് ജിൻഡോ ചിലയിടങ്ങൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജിൻഡോയെ ചോദ്യം ചെയ്യുകയാണ്. രാവിലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ജിൻഡോയെ, അതായത് ഈ ബിഗ് ബോസ് താരം ജിൻഡോയെ ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. രാവിലെ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന ജോഷിയെ ചോദ്യം ചെയ്തിരുന്നു. ഇവർക്ക് ലഹരി കേസിൽ ബന്ധമുണ്ടോ എന്നാണ് എക്സൈസ് പരിശോധിക്കുന്നത്.